കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പ്രമോ വിശേഷം തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത ആഴ്ചയിൽ നല്ല സൂപ്പർ ഹിറ്റ് കഥയാണ് നടക്കാൻ പോകുന്നത്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ കുടുംബവിളക്കിന്റെ കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ശീതളിനോട് സുമിത്ര നല്ല രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. മോളെ, അമ്മ പറയുന്നത് നീ ഒന്ന് കേക്ക്. സച്ചിനെ പോലെയുള്ള ഒരുത്തൻ്റെ കൂടെ നീ എങ്ങനെ പോയി താമസിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അവളോട് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ശീതളാണെങ്കിലോ ബുദ്ധിപരമായിട്ട് കുറച്ച് പിന്നോക്കം ചിന്തിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ അവൾക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്, കണ്ടാലും കൊണ്ടാലും ഒന്നും പഠിക്കില്ല. അപ്പോൾ ശീതള് താൻ സച്ചിൻ്റെ കൂടെ തന്നെ പോവും, എനിക്ക് സച്ചിനോടൊപ്പം ജീവിക്കണമെന്നും പറഞ്ഞ് അവനെ ഞാൻ നന്നാക്കി എടുക്കുമെന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. തൻ്റെ മകള് പോയ ദുഃഖത്തിൽ സുമിത്ര അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അനന്യ വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ അവൾ ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ വെച്ച് ഞാൻ അങ്ങനെ സംസാരിച്ചതാണ് എന്ന് പറഞ്ഞതും സുമിത്രയ്ക്ക് ദേഷ്യം വന്നു. സുമിത്ര അനന്യയോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു നോട്ടം അങ്ങ് നോക്കി. അനന്യയ്ക്ക് ആ നോട്ടത്തിൽ സകല കാര്യങ്ങളും പിടികിട്ടി. അങ്ങനെ അവരവിടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് സരസ്വതി അമ്മ വന്നിട്ട് പറയുക, എടി നിനക്ക് സമാധാനമായല്ലോ അല്ലേ? എൻ്റെ കുഞ്ഞ് ആ മുഴുവട്ടൻ്റെ കൂടെയാണ് താമസിക്കാൻ പോയിരിക്കുന്നത്. ഇപ്പം നിനക്ക് സമാധാനമായിട്ട് ഈ വീട്ടിലിരിക്കാമല്ലോ, നീയാണല്ലോ ഈ വീട്ടിലെ രാജ്ഞി. എന്തായാലും എൻ്റെ കൊച്ച് ഇനി എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും. അവനാണെങ്കിൽ തല തല്ലി പൊളിക്കാൻ പോലും മടിയില്ലാത്ത ഒരുത്തനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സച്ചിനെ കുറിച്ച് സംസാരിക്കുകയാണ്. സരസ്വതി അമ്മയുടെ ഈ വർത്താനം കൂടി കേട്ട് കഴിയുമ്പോഴത്തേക്കിനും സുമിത്രയുടെ സകല നിയന്ത്രണവും വിട്ടു. ഒന്നും മിണ്ടാതെ ഇരിക്കാവോ എന്ന് ചോദിക്കുകയാണ്. മനുഷ്യനെ മനസമാധാനമാണ് വേണ്ടത്, ദയവ് ചെയ്ത് ഇതൊന്ന് നിർത്തുമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ രഞ്ജിതയാണെങ്കിലോ പൂജയ്ക്ക് വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ട് ഒരു ചായയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അപ്പം ചായ കൊണ്ടുവന്നതും എന്തിനാൻറ്റി ഇപ്പം ചായയൊക്കെ എടുക്കാൻ പോയത്? അത് സാരമില്ല മോളെ, പിന്നെ മോൾ ഇതൊക്കെ കുടിക്കുക, ആൻറ്റിയുടെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് കുറച്ച് ദിവസം ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ രഞ്ജിതയാണെങ്കിൽ പൂജയെ കൊണ്ട് ചായ കുടിപ്പിക്കുകയാണ്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, ആൻറ്റിക്ക് എങ്ങനെയാണ് ആൻറ്റി എന്നെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നതെന്നും പറഞ്ഞ് അവളാണെങ്കിൽ നമ്മുടെ രഞ്ജിതയുടെ കള്ള നാടകത്തിലങ്ങ് വീഴുകയാണ്. പിന്നീടാണെങ്കിലോ പങ്കജ് പറയുന്നുണ്ട്, അല്ല പൂജ, വീട്ടിലേക്ക് പോകണ്ടേ, ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി, ഞാൻ കൊണ്ടേ ആക്കാന്ന് പറയുമ്പോഴത്തേക്കിനും രഞ്ജിത പറയുന്നു, എനിക്ക് എൻ്റെ കൊച്ചിനെ കണ്ട് കൊതി തീർന്നില്ല, അതിനു മുന്നേ നീ കൊണ്ടുപോവാണോ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് തന്നെ ഇനിയും ഞാൻ ഇങ്ങോട്ട് വരുമല്ലോ ആൻറ്റി എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിച്ച് നമ്മുടെ പൂജ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്തും രഞ്ജിത ആ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതെ മോളെ, ആൻറ്റി നിന്നെ കൊണ്ടൊരു കാര്യം സത്യം ചെയ്യിച്ചായിരുന്നു, ഒരിക്കലും ആ രഹസ്യം സുമിത്ര അറിയരുതെന്ന് പറയുകയാണ്. ഇല്ല ആൻറ്റിക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞ് പൂജ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. അപ്പം തിരികെ ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ശീതൾ ഇവിടെ നിന്നും പിണങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പം അമ്മ വലിയ സങ്കടത്തിലൊക്കെയാണ്. ഇനി എങ്ങനെയാണ് തൻ്റെ അമ്മയെ ഒന്ന് സമാധാനിപ്പിക്കുന്നതെന്ന് അങ്ങനെ സുമിത്ര നമ്മുടെ പൂജയെ കണ്ടതും ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. മോളെ, ശീതള് അമ്മ എത്ര പറഞ്ഞിട്ടും കേട്ടില്ല, അവൾ ഈ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയിന്ന് പറയുമ്പോൾ സാരമില്ലമ്മേ, ശീതള് ചേച്ചി എന്തായാലും സച്ചിൻ്റെ കൂടെ തന്നെയല്ലേ ജീവിക്കേണ്ടത്, അവർ തമ്മിലുള്ള പിണക്കമൊക്കെ മാറുമെങ്കിൽ അത് തന്നെയല്ലേ നല്ലതെന്ന് പറയുമ്പോൾ, അല്ല മോളെ, അവൻ വലിയൊരു ക്രിമിനലാണ്, അങ്ങനെയുള്ള അവൻ്റെ കൂടെ എൻ്റെ മോളെ എങ്ങനെ താമസിക്കും എന്നുള്ളൊരു ടെൻഷനാണ് നമ്മുടെ സുമിത്രയ്ക്കുള്ളത്. അങ്ങനെ നമ്മുടെ സുമിത്രയെ ഒരുവിധം പൂജ സമാധാനപ്പെടുത്തി. പക്ഷേ പൂജയ്ക്കാണെങ്കിലോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അനിരുദ്ധിനോട് ദേഷ്യം തോന്നുകയാണ്. രഞ്ജിത പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കഥയിലെ വില്ലനായിട്ട് നിൽക്കുന്നത് നമ്മുടെ അനിരുദ്ധാണ്. പക്ഷെ പുള്ളിക്കാരൻ പാവമാണെന്നുള്ളത് നമ്മൾ പ്രേക്ഷകർക്കല്ലേ അറിയാവുള്ളൂ. അങ്ങനെ പൂജ സുമിത്രയും കൂട്ടി വീട്ടിനകത്തോട്ട് വരുമ്പോഴത്തേക്കിനും അനിരുദ്ധ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അനിരുദ്ധിനെ കണ്ടിട്ട് പ്രത്യേകിച്ച് മൈൻഡ് ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പം അനിരുദ്ധ് നമ്മുടെ പൂജയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഏട്ടനെ കണ്ടിട്ട് മിണ്ടാതെ പോകുന്നതെന്ന്. അപ്പം പൂജയാണെങ്കിൽ അന്നേരം ഒരക്ഷരം പോലും പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പൂജയുടെ മനസ്സ് നിറയെ രഞ്ജിത വെച്ചു കൊടുത്ത ആ ഒരു പോയിസൺ തന്നെയാണ്. അപ്പം അങ്ങനെ അവൾ പോകുന്ന സമയത്താണെങ്കിലോ സുമിത്രയ്ക്കും പൂജയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുക. അങ്ങനെ നമ്മുടെ സുമിത്ര ആണെങ്കിലോ, എന്താ പൂജ, എന്താ നിനക്ക് പറ്റിയത്, ഓഫീസിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ഒന്നുമില്ലമ്മ, എല്ലാം ഞാൻ പിന്നീട് പറയാമെന്നും പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് രഞ്ജിതയാണെങ്കിൽ അരവിന്ദനോട് സംസാരിക്കുക. അതെ അരവിന്ദേട്ടാ, നാളെ രാവിലെ തന്നെ നമുക്കൊരാളെ കാണാൻ പോകണം,
പ്രതീക്ഷനെ ആണോ എന്ന് ചോദിക്കുകയാണ് അരവിന്ദൻ. ആ അത് തന്നെ, പ്രതീക്ഷനെ തന്നെയാണ്. എന്തായാലും ഇനി പ്രതീക്ഷനെ പോയി കണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു ധരിപ്പിക്കാനുണ്ട്. ഇപ്പൊ പൂജ നമ്മൾ കളിക്കുന്ന രീതിക്ക് അനുസരിച്ച് വന്നല്ലോ, അതുപോലെ തന്നെ പ്രതീക്ഷനെ ഞാൻ എൻ്റെ കസ്റ്റഡിയിലാക്കും. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ പോകണമെന്ന് പറയുമ്പോഴത്തേക്കിനും അതിനെന്താ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാമല്ലോ എന്ന് പറഞ്ഞ് അരവിന്ദനാണെങ്കിൽ അങ്ങനെ സംസാരിച്ചു. പിന്നീട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും രഞ്ജിത തൻ്റെ ഭർത്താവിനെയും കൂട്ടി ജയിലിലേക്ക് എത്തുകയാണ്. രഞ്ജിതയാണ് തന്നെ കാണാൻ വന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കിനും പ്രതീക്ഷന് വലിയ ആശ്വാസമായി. രഞ്ജിത തനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കാമെന്നുള്ളൊരു വാക്ക്. അപ്പം അതിൻ്റെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷ വലിയ ആഗ്രഹത്തോടു കൂടി രഞ്ജിതയോട് സംസാരിക്കാൻ തുടങ്ങുക. അപ്പം രഞ്ജിതയാണെങ്കിലോ, രഞ്ജിത പറയുന്നുണ്ട്, അതെ പ്രതീക്ഷേ, എനിക്ക് നിന്നോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. നിന്റെ ഏട്ടനും അതുപോലെ തന്നെ നിന്റെ അമ്മയും ഒക്കെ നിന്നോട് ചെയ്ത ക്രൂരതകൾ. അപ്പം അമ്മ എന്ത് ക്രൂരത ചെയ്തെന്ന് ആൻറ്റി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയും. ആൻറ്റി എന്തൊക്കെയാ ആൻറ്റി പറയുന്നത്? എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് വർഷങ്ങളായില്ലേ, ആ അമ്മ എന്നോട് എന്ത് ക്രൂരത ചെയ്തെന്ന് ആൻറ്റി പറയുന്നതെന്ന് ചോദിക്കുക പ്രതീക്ഷ. പെട്ടെന്ന് തന്നെ നിന്റെ അമ്മ മരിച്ചു പോയെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അതെൻ്റെ ഏട്ടനാ പറഞ്ഞത്. ആ അത് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. സുമിത്ര മരിച്ചിട്ടില്ല, സുമിത്ര ജീവിച്ചിരിക്കുന്നുണ്ട്. സുമിത്ര ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ വലിയ സന്തോഷമൊക്കെ ആയി. എന്തിനാ ആൻറ്റി എൻ്റെ ഏട്ടൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം, അതെ അവന് പല ലക്ഷ്യങ്ങളും കാണും. നീ ഇവിടെ കിടന്നാലല്ലേ, നിന്റെ കുഞ്ഞല്ലേ സ്വരമോള്, അപ്പൊ സ്വരമോളെ വിട്ടുതരാതെ ഇരിക്കണമെങ്കിൽ നീ സ്റ്റേഷനിൽ തന്നെ ഇരുന്നെങ്കിലല്ലേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിച്ച് വരുമ്പോഴത്തേക്കിനും എൻ്റെ അമ്മ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നീ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങും, പക്ഷെ അതിനു മുന്നേ നീ നിന്റെ ഏട്ടൻ്റെയും അമ്മയുടെയും ചതികൾ തിരിച്ചറിയണം. സുമിത്രയും അനിരുദ്ധും കൂടി ചേർന്നുകൊണ്ടാണ് നിന്നെ ഇവിടെ പൂട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം അത് രഞ്ജിത പറയുമ്പോഴത്തേക്കിനും ആദ്യമൊക്കെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിലും നമ്മുടെ പ്രതീക്ഷ ആണെങ്കിലോ രഞ്ജിത പറഞ്ഞു വരുന്ന രീതി വെച്ച് അവൻ അതെല്ലാം വിശ്വസിക്കുക. അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എൻ്റെ ആളായിട്ട് എന്നോടൊപ്പം ഉണ്ടാവണം, ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ നിന്നെ സഹായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ആ ഒരു മനസ്സ് മനസ്സിലാക്കുകയാണ് രഞ്ജിത. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രതീക്ഷ ആണെങ്കിലോ, ആൻറ്റി എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, ഞാൻ ആൻറ്റിക്ക് വേണ്ടി തന്നെ നിന്നോളാന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴത്തേക്കിനോ നമ്മുടെ പൂജയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളും അനിരുദ്ധിനോടുള്ള രീതിയൊക്കെ കാണുമ്പോഴത്തേക്കിനും നമ്മുടെ സുമിത്രയ്ക്ക് വലിയ സംശയമൊക്കെ ആയി. സുമിത്രയാണെങ്കിലോ പൂജയോട് ചോദിക്കുന്നുണ്ട്, എന്താ പൂജ, നിനക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അമ്മയോട് പറയാൻ മേലെ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പൂജയാണെങ്കിലോ രഞ്ജിത പറഞ്ഞ ആ ഒരു സത്യം, നമ്മുടെ പ്രതീക്ഷ ഇപ്പോൾ ഉള്ളത് ജയിലിലാണ് എന്നുള്ള കാര്യവും അതുപോലെ സഞ്ജനയെ കൊന്ന കുറ്റത്തിനാണ് അവൻ ശിക്ഷ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ സുമിത്രയോട് വെട്ടി തുറന്ന് പറയുക. അപ്പം സുമിത്ര ഇത്രയും കാലവും വിചാരിച്ചത് തൻ്റെ മൂത്ത മകൻ പറഞ്ഞത് അവൻ വിദേശത്ത് എവിടെയോ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയെന്നാണല്ലോ. ഈ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കിനും സുമിത്ര ബോധം കെട്ട് വീഴുക. പെട്ടെന്ന് തന്നെ നമ്മുടെ പൂജയാണെങ്കിൽ അവളെ താങ്ങിയെടുത്തു. അനിരുദ്ധ ഓടി വരുന്നുണ്ട്. എന്താ അമ്മയ്ക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ തന്നെ അല്ലേ എന്നും പറഞ്ഞ് പൂജ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും, പൂജ മോളെ ഏട്ടൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നതെന്നും ചോദിച്ച് അനിരുദ്ധ കാര്യങ്ങൾ തിരക്കുക. അപ്പോഴത്തേക്കിനും തന്നെ നമ്മുടെ സുമിത്രയുടെ മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞു. സുമിത്രയ്ക്ക് ബോധം വരുമ്പോഴത്തേക്കിനും, ഹനി നീ എന്നോട് സത്യം പറയണമെന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിൽ അനിയുടെ ഷർട്ടിന് കൊത്തിപ്പിടിക്കുക. എന്നിട്ട് അനിരുദ്ധിനോട് ചോദിക്കുന്നുണ്ട്, എവിടെയാ എൻ്റെ പ്രതീക്ഷ വിദേശത്താണെന്നല്ലേ നീ പറഞ്ഞത്, അവൻ എവിടെയാ, എനിക്ക് സത്യങ്ങൾ അറിയണമെന്ന് പറയുമ്പോഴത്തേക്കിനുമാണ് നമ്മുടെ അനിരുദ്ധ് കുഴഞ്ഞു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അനിരുദ്ധ് തൻ്റെ അമ്മ വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വലിയൊരു സത്യം മറച്ചു പിടിച്ചത്. പക്ഷേ ആ സത്യങ്ങളൊക്കെ വളച്ചൊടിച്ചുകൊണ്ടാണ് രഞ്ജിതയുടെ കരുക്കൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രതിക്കൂട്ടിലായി നിൽക്കുകയാണ് നമ്മുടെ അനിരുദ്ധ് സത്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും സുമിത്രയ്ക്ക് മനസ്സിലായി തൻ്റെ മകൻ ഒരിക്കലും താൻ വിഷമിക്കരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെ സുമിത്ര മകനോട് ക്ഷമിക്കാൻ തയ്യാറായി. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ കാണണമെന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിന്ന് പുറപ്പെടുക. പ്രതീക്ഷിന് ഒരു വിസിറ്റർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും പ്രതീക്ഷ ആണെങ്കിലോ രഞ്ജിത ആൻറ്റി തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അവിടെ വരുന്നതും പ്രതീക്ഷിനെ കാണുന്നതും സുമിത്രയാണ്. സുമിത്രയെ കണ്ട് നമ്മുടെ പ്രതീക്ഷ ഞെട്ടുമ്പോഴത്തേക്കിനും, മോനെ നീ ഇവിടെ ആയിരുന്നു എന്നുള്ള കാര്യം അമ്മ അറിഞ്ഞില്ല എന്നും പറഞ്ഞ് സുമിത്ര ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോഴത്തേക്കിനും പ്രതീക്ഷ ആണെങ്കിലോ ഇതൊക്കെ ഇവരുടെ കള്ള നാടകമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ പ്രതീക്ഷ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ഇറങ്ങിയതിന് ശേഷം അവൻ
നേരെ വരുന്നത് അനിരുദ്ധ് എന്ന് പറയുന്ന അവൻ്റെ ചേട്ടനെ കാണാൻ തന്നെയാണ്. അപ്പോൾ ശ്രീനിലയത്തിലെത്തുന്ന പ്രതീഷിനെയും അതുപോലെ തന്നെ നമ്മുടെ പൂജയെയും ഒക്കെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന രഞ്ജിതയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നെക്സ്റ്റ് വീക്ക് പ്രമോ വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കുടുംബവിളക്ക് പരമ്പര അവസാന ഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. താങ്ക്